വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്. എല്ലാവരും സുഖമായി സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമോ എന്നുള്ളത്. പിന്നെന്താ ചെയ്യാലോ. പിന്നെ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരൊറ്റ ദിവസത്തെ ഡയറ്റ് പ്ലാൻ അല്ല കേട്ടോ. 4 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റ് പ്ലാൻ ആണ്. മാത്രമല്ല ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്. അതായത് ഒരു തൈറോയ്ഡ് പേഷ്യൻ്റ് ആണെങ്കിലും PCOD PCOS പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് കേട്ടോ. ഇതിൻ്റെ ടോട്ടൽ കാലറീസ് എന്ന് പറയുന്നത് 1400 കാലറീൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ മാത്രമല്ല പറയാൻ പോകുന്നത്, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ട്സിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് വേണ്ട ഗ്രോസറി ലിസ്റ്റും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ട കുറച്ച് മീൽ പ്രിപ്പറേഷൻസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട കുറച്ച് മീൽ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാനിതിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. മാത്രമല്ല താഴെ ഒരു ബെൽ ബട്ടൺ കൂടെ കാണുന്നില്ല, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോഴാണ് ഞാൻ ഓരോ പ്രാവശ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു ഡിസ്ക്ലൈമർ ഞാൻ പറഞ്ഞോട്ടെ. ഞാനൊരു ഡോക്ടറല്ല, ന്യൂട്രീഷനിസ്റ്റ് അല്ല, ഒരു ഡയറ്റീഷ്യനോ ഒന്നുമല്ല. മറിച്ച് ഒരു 22 കിലോ വെയിറ്റ് കുറച്ച ഒരു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും, ഇതൊരു 1-2 ദിവസത്തെ കാര്യമല്ലല്ലോ, ഒരു ലോങ് ജേർണി ആണല്ലോ. അപ്പോൾ ആ ജേർണിയിൽ ഞാൻ പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, അതായത് ഞാൻ പേഴ്സണൽ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേ പോകുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, മിഡ് മോർണിംഗ് സ്നാക്സ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, ഈവനിങ് സ്നാക്സ് ഉണ്ട്, ഡിന്നർ ഉണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസും കൂടെ ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡേ 1 നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ. ഫെനോഗ്രീക്ക്, മേത്തി എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ തന്നെ പേരാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും സംഭവം ഉലുവ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഉലുവയാണ്. ഈ 1 സ്പൂൺ ഉലുവ എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതായത് 2 ഗ്ലാസ് വെള്ളത്തിൽ ഈ ഉലുവ ഇട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ആ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ തിളപ്പിച്ചിട്ട് അത് വേണം നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ. ഇനി ഈ എംപ്റ്റി സ്റ്റൊമക്കിൽ മെഡിസിൻസ് കഴിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ, അതായത് എന്നെപ്പോലെ ഇപ്പോൾ ഒരു തൈറോയ്ഡ് പേഷ്യൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ മെഡിസിൻ ആദ്യം കഴിച്ച് 30 മിനിറ്റിന് ശേഷം മാത്രം എന്തെങ്കിലും ഈ പറയാൻ പോകുന്ന ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഡേ 1 ഓട്സ് ബനാന സ്മൂതിയാണ്. ഇതിൻ്റെ റെസിപ്പീസ് നമ്മൾ ഷോർട്സ് ആയിട്ടും കുറേ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടൊക്കെ ഉണ്ട്. എന്നാലും പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി പറഞ്ഞുതരാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്, ഒരു കപ്പ് ഓട്സ് എടുക്കുക, പിന്നെ അതിലേക്ക് ഒരു റോബസ്റ്റ പഴം എടുക്കുക. ഒരുപാട് പഴുക്കാത്തതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് മിൽക്ക് എടുക്കാം. മിൽക്ക് എന്ന് പറയുന്നത് ലോ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇല്ല സാധാ മിൽക്കാണ് കിട്ടുന്നതെങ്കിലും അതൊന്ന് ആറി തണുത്തതിന് ശേഷം അതിൻ്റെ ക്രീം വരത്തില്ല മേലെ, ആ പാൽപ്പാട വരത്തില്ല, അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അതേപോലെ ഒരു ഫ്ലേവർ ആഡ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഓഫ് സിനമൺ പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മുടെ കറുവപ്പട്ടയില്ലേ, അതിൻ്റെ പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. അത് ഓപ്ഷണൽ ആണ് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം ചേർക്കാം. നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള, അതായത് ഹണി, ഷുഗർ എന്തായാലും ഉപയോഗിക്കാൻ പാടില്ല. ഹണി, ജാഗരി ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പം എന്നിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിച്ചാൽ മതി. നമ്മുടെ സ്മൂത്തി റെഡിയാണ്. ഈ സ്മൂത്തീൻ്റെ കാലറീസ് എന്ന് പറയുന്നത് 250 കലോറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സ്മൂത്തിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. ഇനി മിഡ് മോർണിംഗ് സ്നാക്സ് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് സമയത്താണ് കഴിക്കുക എന്നുള്ളതും. നമുക്ക് നമ്മുടെ ഒരു ഡീടോക്സ് ഡ്രിങ്ക് നമ്മളൊരു 6:30-7 മണി സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എങ്ങനെയായാലും ഒരു 8 മണി 8:30 ഉള്ളിൽ എടുക്കുക. മിഡ് മോർണിംഗ് സ്നാക്സ് എന്ന് പറയുന്നത് ഒരു 11 മണി 11:30 ആ സമയത്ത് എടുക്കുക. എൻ്റെ തൊണ്ട അത്ര നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, അപ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഈ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് നമ്മൾ ഡേ 1 എടുക്കുന്നത് 5 ആൽമണ്ട്സ്. ഈ ആൽമണ്ട്സ് എന്ന് പറയുന്നത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ സ്കിൻ പീൽ ചെയ്ത് കളഞ്ഞിട്ടുള്ള 5 ആൽമണ്ട്സ്, 4 അല്ലേ, 5 ആൽമണ്ട്സ് എടുക്കണം കേട്ടോ. ഇത് അളവിൽ കൂടാതെ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഓരോ കൗണ്ട് കൂട്ടുമ്പോഴും കലോറിയിൽ ഡിഫറൻസ് വരും. അപ്പം 5 ആൽമണ്ട്സ് മാത്രം കഴിക്കാം. ഇനി ലഞ്ച് എന്ന് പറയുന്നത് പേടിക്കേണ്ട, ചോറ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല, കാരണം കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാം അല്ലേ. അപ്പോൾ നമുക്കൊരു 3/4 കപ്പ് ചോറ്, അതായത് ചെറിയ കപ്പ് അളവിൽ ചോറെടുക്കാം. ഇതെല്ലാം നിങ്ങൾ മെഷർ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇപ്പോൾ ഒരു 3/4 കപ്പ് ചോറ് എന്ന് പറയുമ്പോൾ ഒരു 150 കാലറീൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഫിഷ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഫ്രൈസ് നമുക്ക് വേണ്ട, ഒന്നെങ്കിൽ ഗ്രില്ല് ചെയ്ത് ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കറി വെച്ചതിൽ ഫിഷിൻ്റെ ആ പീസ് നിങ്ങൾക്ക് 2 or 3 വരെ കഴിക്കാം. ചാറില്ലേ, അത് ചാറ് പരമാവധി ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ അതിൽ തേങ്ങ പിന്നെ ഓയിൽ ഇതെല്ലാം മിക്സ് ആയിരിക്കുന്നതുകൊണ്ടാണ് ചാറ് മാക്സിമം ഒഴിവാക്കാൻ പറയുന്നത്. എന്ന് വെച്ച് കുറച്ച് കഴിച്ചു എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. പീസ് നമുക്ക് 2 or 3 പീസ് കഴിക്കാം. ഇനി അതിൻ്റെ കൂടെ ഒരു തോരൻ കറി ആണെങ്കിൽ, ചീര തോരൻ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ അതിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ചീരത്തോരൻ നമുക്ക് ആവശ്യത്തിന് കഴിക്കാം. കൂടുതലായിട്ട്, അതായത് ഈ ചോറിനെ കഴിഞ്ഞ് കൂടുതൽ ചീരത്തോരൻ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തേങ്ങ അധികം ആഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തൈര്. ഈ തൈര് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്, പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോൾ കുറച്ചളവിൽ തൈര്, അതിൻ്റെ കൂടെ വേറെ ഒന്നും മിക്സ് ചെയ്യാതേക്ക് ഇരിക്കുക. കാരണം ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ്, തൈര് കഴിക്കുമ്പോൾ അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്, ഒരു ഡെസേർട്ട് മാതിരി കഴിക്കാറുണ്ട്. ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് പ്ലെയിൻ നല്ല കട്ട തൈര് വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലഞ്ചിൻ്റെ ടോട്ടൽ കാലറി എന്ന് പറയുന്നത് ഒരു 400-450 കാലറീൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഈ പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണേൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. അതായത് ചോറിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, ഇപ്പോൾ കീൻവ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മില്ലറ്റ് ഇതൊക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കാലറീസ് ഇനിയും കുറയും, ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുകയും ചെയ്യും. ഞാൻ എന്നാലും കുറച്ച് സിമ്പിളാക്കി പറയുന്നതുകൊണ്ടാണ് ഞാൻ ചിലർക്ക് ചോറില്ലാതെ പറ്റത്തില്ല എന്നെ പോലെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചോറ് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈവനിങ് സ്നാക്സ്, 1 കപ്പ് ഗ്രീൻ ടീ കഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഈ സീഡ്സും മിക്സൊക്കെ വാങ്ങാൻ കിട്ടും. അധികം പൈസയൊന്നുമില്ല കേട്ടോ, മിക്സ്ഡ് ആയിട്ടുള്ള സീഡ്സ് വാങ്ങാൻ കിട്ടും. അതാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, കാലറീസും വളരെ കുറവാണ്. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് അത് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം. ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കാതെ പേരയ്ക്ക, ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ സമയത്ത് രാവിലെ നിങ്ങൾ സ്മൂത്തിയിൽ ബനാന ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ ബനാന റിപ്പീറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ, അതിൻ്റെ കൂടെ നട്ട്സ് എടുക്കാം, അല്ലെങ്കിൽ സീഡ്സ് എടുക്കാം. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്തെടുത്താലും ചായ കുടിക്കാതിരിക്കുക, ചായയും ബേക്കറും എന്നുള്ളത് മറന്നേക്കുക. ഇനി നമുക്ക് ഡിന്നർ നോക്കാം. ഡിന്നർ ഞാൻ പറഞ്ഞോട്ടെ, 7 മണിക്ക് മുമ്പ് കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ നല്ല എഫക്റ്റീവായിട്ട് പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ബാക്കിയൊക്കെ ഓരോരുത്തരുടെ വർക്കിനെയും പിന്നെ എന്താ പറയുക ലൈഫ് സ്റ്റൈലിനെയൊക്കെ അനുസരിച്ചിരിക്കും ഏത് സമയത്ത് കഴിക്കാമെന്ന്. 7 മണി എന്നുള്ളത് ഒരു പെർഫെക്റ്റ് ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ. ഡിന്നറിന് നമുക്ക് ഒരു സാലഡ് എടുക്കാം. അതായത് മുളപ്പിച്ച പയറുകൾ എടുക്കാം. അത് ചെറുപയറാവാം, കടലയാവാം, അല്ലെങ്കിൽ എന്താ പറയുക ബോയിൽ ചെയ്തിട്ടുള്ള നമ്മുടെ വെള്ളക്കടലയിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അതിലേക്ക് ക്യുക്കുംബർ, ക്യാരറ്റ്, കുറച്ച് ചില്ലി, കുറച്ച് മല്ലിയില അങ്ങനെയൊക്കെ ആഡ് ചെയ്ത്, കുറച്ച് വെജീസൊക്കെ ആഡ് ചെയ്ത്, ടൊമാറ്റോ ആഡ് ചെയ്യാം, ഓണിയൻ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള സാലഡ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറേ സാലഡിൻ്റെ റെസിപ്പീസ് ഇൻസ്റ്റാഗ്രാമിലും ചെയ്തിട്ടുണ്ട്, നമുക്ക് ഷോർട്സ് ആയിട്ടും യൂട്യൂബിൽ കിടപ്പുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞ ഈ സാലഡിൻ്റെ ഒരു കാലറീസ് എന്ന് പറയുന്നത് 250 തൊട്ടൊരു 300 ഉള്ളിലേ വരത്തുള്ളൂ. 7 മണിക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ, അതായത് ഡിന്നർ വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ഈ ടോട്ടൽ കാലറി ഡേ 1 വരുന്ന 1350 കാലറീസ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഡേ 2ൻ്റെ ഡയറ്റ് പ്ലാൻ നോക്കിയാലോ. ഡേ 2 വരുന്ന 1370 കാലറീസ് വരുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേ 2 നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് ജീര വാട്ടറാണ്, ജീരക വെള്ളമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉലുവ നമ്മൾ എങ്ങനെയാണോ നമ്മൾ സാധാരണ ജീരക വെള്ളം ഉണ്ടാക്കുന്നത്, വെള്ളം തിളപ്പിക്കുക, ജീരകം ഇടുക, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുമ്പോൾ മാക്സിമം അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് നമുക്ക് ജീരകം, ഉലുവ നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് ഉലുവ വെള്ളം, അതേപോലെ തന്നെ ജീരകത്തിൻ്റെ വെള്ളം പ്രിപ്പയർ ചെയ്യുക. അതായത് തലേ ദിവസം 2 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ ജീരകം ഇട്ട് വെക്കുക. പിറ്റേ ദിവസം ആ 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് ആവുന്ന വരെ തിളപ്പിച്ചതിന് ശേഷം അത് കുടിക്കാം. ഓക്കെ, എംപ്റ്റി സ്റ്റമക്കിൽ കഴിക്കാം. മെഡിസിൻ ആദ്യം എടുക്കുന്നവർക്ക് മെഡിസിൻ എടുക്കാം. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊരു 6-6:30 ആകുമ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക്
ഓവർനൈറ്റ് ഓട്സ് കഴിക്കാം. ഈ ഓട്സ് എന്ന് പറയുമ്പോൾ ഹൈ ഇൻ ഫൈബർ ആണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു 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 സംഭവമാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓഫ് കോഴ്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, പക്ഷേ എങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞാലും നമുക്ക് പൊതുവേ ഉള്ളൊരു ചിന്തയാണ്, അതായത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഡയറ്റ് ചെയ്യുമ്പോൾ അങ്ങ് മറന്നു പോകേണ്ട ഒരു സംഭവമാണെന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ, ലോ കാർബ്സ് വരുന്ന ഡയറ്റിലാണ് കേട്ടോ. അപ്പം ഒരുപാടൊന്നുമില്ല. നമ്മളപ്പം സാധാരണ നമ്മുടെ സ്മൂത്തിക്ക് എടുത്ത പോലെ തന്നെ 1 കപ്പ് ഓട്സ് നമുക്ക് തലേ ദിവസം കുറച്ച് ചിയ സീഡ്സും കുറച്ച് സീഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ലോ ഫാറ്റ് മിൽക്കിലോ വാട്ടറിലോ അങ്ങനെ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. പിറ്റേ ദിവസം അത് എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ എന്ത് ഫ്രൂട്ടാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞാൽ ഒരുപാട് മധുരമുള്ളത് ഒഴിവാക്കിയതിന് ശേഷം എന്ത് ഫ്രൂട്ടാണോ, പപ്പായ, പേരയ്ക്ക, ആപ്പിള്, അങ്ങനെ എന്താണോ, ഇല്ല ബനാനയാണോ അവൈലബിൾ എന്നുണ്ടെങ്കിൽ ആ ബനാന, അതൊക്കെ ഇവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടത് റോബസ്റ്റ പഴമാണ് കേട്ടോ. ബനാന എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓവർനൈറ്റ് ഓട്സ് കഴിക്കാം. ഇനി മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് ഡേ 2 കഴിക്കേണ്ടത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. ഇനി ലഞ്ച് ഒരു 400-450 കലോറീൻ്റെ ഉള്ളിൽ വരുന്ന ചോറ് വേണം എന്നാണെങ്കിൽ ചോറ് തന്നെ കഴിച്ചോളൂ. മില്ലറ്റ്സും കീൻവ അതൊക്കെ വരുമ്പോൾ നമുക്ക് കലോറി കുറെ കൂടെ കുറവായിട്ട് കിട്ടും. സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ചോറ് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഈ പറഞ്ഞ ഓപ്ഷൻസ് കഴിക്കാം. ചോറ് വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു ചെറിയ ബൗളിൽ ചോറ് എടുക്കാം. എഗ്ഗ് കറി എടുക്കാം. ഓയിൽ വളരെ കുറവായിട്ടുള്ള ഒരു എഗ് കറി എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് സാലഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ക്യുക്കംബർ, ക്യാരറ്റ്, ഓണിയൻ, ഇതൊക്കെ വെച്ചിട്ടുള്ള സാലഡ്. വെജിറ്റബിൾസ് നമ്മുടെ പ്ലേറ്റിൻ്റെ പോർഷനിൽ ഒരു ഹാഫ് പോർഷൻ നമുക്ക് വെജിറ്റബിൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മളെപ്പോഴും ചോറായിരിക്കണം നമ്മുടെ പ്ലേറ്റിൽ ഏറ്റവും കുറവായിട്ട് വേണ്ട സാധനം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, ഏറ്റവും കുറവായിട്ട് വേണ്ടത് ചോറായിരിക്കണം. പ്രോട്ടീൻ ആൻഡ് ഫൈബർ നമുക്ക് നല്ല രീതിയിൽ എടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സാലഡ് എടുക്കാം, പ്ലസ് ഒരു ചെറിയ കപ്പിൽ കേർഡും കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത് വരുന്നത് നമുക്കൊരു 400-450 കലോറീസ് ആണ് കേട്ടോ. ഇനി ഈവനിങ് സ്നാക്സിന് നമുക്ക് ഗ്രീൻ ടീ, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. ഇനി ഡേ 2 ഡിന്നറിന് നമുക്ക് കടല പുഴുങ്ങിയതെടുക്കാം. അതായത് നമ്മുടെ ബ്ലാക്ക് ചന എടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് ചന, വെള്ളക്കടലയില്ലേ, അത് വേണമെങ്കിൽ എടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഫുൾ എഗ്ഗും കൂടെ കഴിക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് എഗ്ഗ് കൂടുതലായിട്ട് വേണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗും കൂടെ ആഡ് ചെയ്യാം. പക്ഷേ യോക്ക് എന്ന് പറയുന്നത്, അതായത് ആ മഞ്ഞക്കരു എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ മാത്രം കഴിക്കാം. സോ ഇത് 7 മണിക്ക് മുമ്പ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഡേ 3 നമ്മൾ ഡ്രിങ്ക് ആയിട്ട് എടുക്കുന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ് കേട്ടോ. അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, ജിഞ്ചർ, സിനമൺ പൗഡർ, ഇതെല്ലാം കൂടെ തിളപ്പിച്ച്, മഞ്ഞൾപ്പൊടി ഏറ്റവും അവസാനം ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാം. നന്നായി തിളപ്പിച്ചിട്ട് അത് നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാം. സോ ഇൻഫ്ലമേഷൻ പ്രശ്നമുള്ളവർക്കൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം ഈ ഇൻഫ്ലമേഷൻ കൊണ്ട് വെയിറ്റ് കുറയാതിരിക്കുക എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ ഈ അടുത്തായിട്ട് ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡ്രിങ്ക് എടുക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഓട്സ് തന്നെ എല്ലാ ദിവസവും ഫോളോ ചെയ്യാം. എന്താണേലും കുറച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മടുക്കത്തില്ലേ? അപ്പം നമുക്ക് നമ്മുടെ ദോശ കഴിക്കാം. ഞാൻ പറയട്ടെ, നമ്മുടെ സാധാ ദോശ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റാഗി കൊണ്ടുള്ള ദോശ കഴിക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം സാധാ ദോശയാണെങ്കിലും റാഗി ദോശയാണെങ്കിലും നമ്മളൊരു മീഡിയം സൈസിലുള്ള 2 ദോശ കഴിക്കാം. ഇതിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ വരുന്ന കലറിയിൽ വ്യത്യാസമുണ്ട്. റാഗി ദോശേനേക്കഴിഞ്ഞും കലറി കൂടുതലായിരിക്കും നമ്മുടെ സാധാരണ അരി ദോശ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ന്യൂട്രീഷൻ വാല്യൂവിലും ഈ 2 ദോശകളും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റാഗി ദോശയായിരിക്കും 2 കഴിക്കുന്നത്. പിന്നെ റാഗി ദോശേൻ്റെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനും ഇത് കഴിക്കുന്നതിന് മുമ്പ് ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈ റാഗി കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ അടിപൊളിയാണ്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് റാഗി ദോശയ്ക്ക്. അപ്പം പറ്റുവാണെന്നുണ്ടെങ്കിൽ റാഗി ചൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അരിദോശ ആയാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാ ചമ്മന്തി വേണ്ട, പകരം നമുക്ക് ടൊമാറ്റോ ചമ്മന്തി എടുക്കാം, ടൊമാറ്റോ ചട്നി അത് കഴിക്കാം. ഇതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് എടുത്തിട്ട് കുറച്ച് ചാറ് എടുത്തിട്ട് അങ്ങനെ നമുക്ക് ഇതിൻ്റെ കൂടെ ദോശ സാമ്പാറായിട്ട് കഴിക്കാം, ഇല്ല ദോശ ടൊമാറ്റോ ചട്നി ആയിട്ട് അങ്ങനെയും കഴിക്കാം. സോ ഇതാണ് ഡേ 3 ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മിഡ് മോർണിംഗ് സ്നാക്സ് ആയിട്ട് നമുക്ക് നട്ട്സ് എടുക്കാം കുറച്ച്. അതായത് ക്യാഷ്യൂ നട്ട്സ് അവോയ്ഡ് ചെയ്യുക. അല്ലാതെ നമുക്ക് 2 വാൾനട്ട് എടുക്കാം, കൂടെ കുറച്ച് ആൽമണ്ട്സ്, ഒരു 4 തൊട്ട് 5 വരെ ആൽമണ്ട്സ് കഴിക്കാം. പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ് കഴിക്കാം. ഈ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഇതൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സീഡ്സും നട്ട്സും എന്നൊക്കെ പറയുന്നത്. പക്ഷേ അളവ് ശ്രദ്ധിച്ച് കഴിക്കുക. സോ മിഡ് മോർണിംഗിൽ നമുക്ക് സീഡ്സ് ആൻഡ് നട്ട്സ്, ഈ പറഞ്ഞ സീഡ്സ് ആൻഡ് നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ലഞ്ചിന് നമുക്ക് ചോറെടുക്കാം.
ചോറെടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് കറി, എഗെയിൻ പ്രോട്ടീൻ സോഴ്സ് ആണ്. സോ പരിപ്പ് കറി എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു തോരൻ, അതായത് വെണ്ടയ്ക്ക തോരൻ എടുക്കാം, ബീട്രൂട്ട് തോരൻ എടുക്കാം, ക്യാരറ്റ് തോരൻ എടുക്കാം. എന്താണോ ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ കുറേ കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. സോ നമുക്ക് ഒരു വെണ്ടയ്ക്ക തോരൻ അന്നത്തെ ദിവസം എടുക്കാം. അതിൻ്റെ കൂടെ എന്നത്തെയും പോലെ കേട് കഴിക്കാം. അതാണ് നമ്മുടെ ഡേ 3 വരുന്ന ലഞ്ച് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചോറ് വേണ്ട, അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി എടുക്കാം. ബട്ട് അഗെയിൻ 2 ചപ്പാത്തി എടുക്കുന്നതും 1 കപ്പ് ചോറ് എടുക്കുന്നതും ഏകദേശം ഒരേ കലറിയാണ് വരുന്നത്. അപ്പോൾ ചപ്പാത്തി കഴിക്കണം എന്നാണെങ്കിൽ ഇവിടെ 2 ചപ്പാത്തി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈവനിങ് സ്നാക്സ് ഡേ 3 വരുന്നത്, നമുക്കിവിടെ ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് എടുക്കാം. അതായത് ലെമൺ, ചിയാ സീഡ് വെച്ചിട്ടുള്ള ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് കഴിക്കാം. ഒന്നുമില്ല, ഈ ചിയാ സീഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു 15-20 മിനിറ്റ് മുമ്പ് ഒന്ന് വെള്ളത്തിൽ കുറച്ചൊന്ന് കുതിരാൻ വയ്ക്കുക. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ ലെമൺ വാട്ടറിലേക്ക് ആഡ് ചെയ്യാം. സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, പറ്റുവാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഒരു ചെറിയ അളവിൽ സോൾട്ട് ആഡ് ചെയ്യാം. അത് ഒഴിവാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. വെറും ലെമൺ വാട്ടറും ചിയാ സീഡും മാത്രം വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് നമ്മൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ കേർഡ്. ഒന്നെങ്കിൽ കേർഡായിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എല്ലാ ദിവസവും അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമ്മുടെ ഡേ 3 ഡിന്നർ എന്ന് പറയുന്നത്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷെ പലരും കുറച്ച് വിയേർഡായിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പം അങ്ങനെ കഴിക്കുമോ എന്ന് ചോദിക്കുന്നൊരു സംഭവമാണ്. ഓട്സ് തന്നെയാണ്. ഓട്സ് കഞ്ഞി. നമ്മുടെ കുറച്ച് വെള്ളം എടുക്കുക, അത് നന്നായിട്ട് തിളച്ച് വരുമ്പം 2 സ്പൂൺ ഓട്സ്, കുറച്ച് വലിയ സ്പൂൺ 2 സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുക. തീരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് അതൊരു കുറച്ച് കഞ്ഞി പരുവാകും. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് കഞ്ഞി പരുവാകും. അതിൻ്റെ കൂടെ നമുക്ക് ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ എടുത്ത കറികൾ വേണമെങ്കിൽ ചേർക്കാം. അച്ചാർ, ഞാൻ സാധാരണ കഞ്ഞി അച്ചാറും കഴിക്കുമ്പോൾ ഈ ഓട്സ് കഞ്ഞിയും അച്ചാറും കഴിക്കാറുണ്ട് കേട്ടോ. അച്ചാർ അങ്ങനെ നമ്മുടെ ഡയറ്റിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അച്ചാർ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ തോരനോ അല്ലെങ്കിൽ എന്താണോ കറി ഉള്ളത് വീട്ടിൽ, ആ കറി നമുക്ക് ഈ ഓട്സ് കഞ്ഞീൻ്റെ കൂടെ കഴിക്കാം. അടിപൊളിയാണ്. നമുക്ക് കഞ്ഞി കുടിച്ചാൽ അതേ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. എന്നാൽ ഓട്സ് ആണല്ലോ എടുത്തേക്കുന്നത്, അപ്പം അതിൻ്റേതായ ഡിഫറൻസും ഉണ്ടാവും. അപ്പം ഒരു ഓട്സ് കഞ്ഞി നമുക്ക് ഡേ 3 ഡിന്നറായിട്ട് എടുക്കാം. സോ ഡേ 4 നമ്മൾ എടുക്കുന്ന ഡീറ്റോക്സ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്ക വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. നെല്ലിക്ക, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, ഇഞ്ചി, കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ശരിക്കും ഒരു ഫാറ്റ് ബേണർ ഡ്രിങ്ക് ആണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ഷോർട്സിലുണ്ട്, നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് PCOD PCOS പേഷ്യൻസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് മോർണിംഗ് അതെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പുട്ടും കടലക്കറി ആക്കാം. സോ പുട്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയ കുറ്റി പുട്ടല്ല ഉദ്ദേശിച്ചത്, ഒരു ചെറിയ കഷ്ണം പുട്ടെടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കടല, വെള്ളക്കടല ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കറുത്ത കടല ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ അങ്ങനത്തെ പയറുവർഗ്ഗങ്ങളിൽ വരുന്ന എന്തെങ്കിലും, ഇല്ലെങ്കിൽ ചെറുപയർ കറി എടുക്കാം. അത് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാം കേട്ടോ. കാരണം അതൊരു പ്രോട്ടീൻ സോഴ്സാണ്. അപ്പം വളരെ അധികം ഹെൽപ്പ് ചെയ്യും നമ്മളൊക്കെ വെയിറ്റ് ലോസിന്. സോ നമുക്ക് കടല കൂടുതലായിട്ട് കഴിക്കാം. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് മിഡ് മോർണിംഗ് സ്നാക്സ് ആയിട്ട് പീനട്ടില്ലേ, നിലക്കടല, അത് കഴിക്കാം. എഗെയിൻ പ്രോട്ടീൻ സോഴ്സാണ്. പക്ഷെ മോഡറേഷനിൽ മാത്രം കഴിക്കുക. ഒരുപാട് കഴിക്കരുത്. ഒരു ഫുൾ ഹാൻഡ് അങ്ങനെയൊന്നും കഴിക്കരുത് കേട്ടോ. വളരെ മോഡറേഷനായിട്ട് ഒരു ഹാഫ് ഹാൻഡ് എന്ന് വെച്ചോളൂ. ഒരളവ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ പീനട്ട് നമുക്ക് കഴിക്കാം. വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ ടീ കൂടെ ആഡ് ചെയ്യാം. ഇനി ലഞ്ചിന് നമുക്ക് ചോറെടുക്കാം. അതിൻ്റെ കൂടെ സോയ ഇല്ലേ, നമ്മുടെ സോയാബീൻ, സോയ ചങ്ക്സ്, അത് കഴിക്കാം. ഈ തൈറോയ്ഡ് ഉള്ളവർ സോയ അവോയ്ഡ് ചെയ്യണം എന്ന് പറയാറുണ്ട്. നമുക്കത് മോഡറേഷനിൽ കഴിച്ചു എന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കണം എന്നൊന്നും പറയുന്നില്ല. നന്നായി കുക്ക് ചെയ്തിട്ട് മോഡറേഷനിൽ കഴിക്കാം. ഇല്ല നിങ്ങൾക്ക് വേണ്ട, അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് അത്ര ഉറപ്പില്ല എന്നുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് സാമ്പാർ എടുക്കാം, ഇല്ലെങ്കിൽ പരിപ്പ് കറി എടുക്കാം, ഇല്ലെങ്കിൽ കടലവർഗ്ഗത്തിൽ വരുന്ന എന്തെങ്കിലും കറി എടുക്കാം. അങ്ങനെ എന്ത് കറി വേണേലും എടുക്കാം. ചിക്കൻ കറി എടുക്കാം, എന്ത് വേണേലും നമുക്ക് എടുക്കാം. ഈ ചിക്കൻ കറിയൊക്കെ ആകുമ്പോഴും നമുക്ക് പീസ് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ചാറ് മാക്സിമം ഒഴിവാക്കുക. ആ രീതിയിലൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അത് കഴിക്കാം. പിന്നെ എപ്പോഴും നമ്മുടെ ലഞ്ചിൻ്റെ കൂടെ ഇപ്പോൾ നമുക്കൊരു ചാറ് കറി ഉണ്ടെങ്കിലും തോരൻ കറി
എന്ത് വെജിറ്റബിൾ വെച്ചിട്ടാണ്, അതും ലീഫി വെജിറ്റബിൾസ് ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. എന്തെങ്കിലും ഒരു ചീരത്തോരനോ എന്തെങ്കിലും ആണെങ്കിലും നല്ലതാണ്, ബീട്രൂട്ട് തോരനോ അങ്ങനെ ഏതെങ്കിലും ഒരു തോരനും നിങ്ങളുടെ ലഞ്ചിലുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക. ഇനി തോരൻ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സാലഡ് എടുക്കാം. അതായത് ക്യുക്കമ്പർ, ക്യാരറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള സാലഡ് ഇല്ലേ, ആ സാലഡ് വെജിറ്റബിൾസ് കുറച്ച് ആഡ് ചെയ്താൽ മതി, അത് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ എന്നത്തെയും പോലെ കേർഡ് കഴിക്കണം. ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ചെറുപയറെടുക്കുക, മുളപ്പിച്ച ചെറുപയറെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പൊമഗ്രാനറ്റ് ഇല്ലേ, നമ്മുടെ നാട്ടിൽ മാതള നാരങ്ങ എന്ന് പറയും, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് കുറച്ച് മധുരമുള്ള എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഈ മുളപ്പിച്ച പയറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ചെറിയ രീതിയിൽ ഉപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അതിൻ്റെ ടേസ്റ്റ്, ഞാനിതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ കഴിച്ചാൽ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് കുറച്ച് വറീഡായിരുന്നു. പക്ഷെ ഒന്നുമല്ല, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ഫില്ലിംഗ് ആണ്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡിന്നറിന് നമുക്ക് ചപ്പാത്തി എടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ചപ്പാത്തി 2 ചപ്പാത്തി എടുക്കാം. ഇനി ചപ്പാത്തിക്ക് കുഴച്ച് പരത്താനൊക്കെ എന്നെപ്പോലെ മടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് ദോശയായിട്ടാണെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ 2 ദോശ അല്ലെങ്കിൽ 2 ചപ്പാത്തി എടുക്കുക ഗോതമ്പിൻ്റെ. ഇനി അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു തോരൻ കറി ഇൻക്ലൂഡ് ചെയ്യാം. ചാറിനെ കഴിഞ്ഞും എന്തെങ്കിലും ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയ തോരനാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എഗ് ബുർജി എന്ന് പറയും, ചുമ്മാ മുട്ടയും തക്കാളിയും ഉള്ളിയും, ഇച്ചിരി റെസിപ്പി പ്രോപ്പറായിട്ട് പറയാം, അതായത് ഉള്ളി വാട്ടുക, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടി ഇടുക. തക്കാളി വെന്ത് വരുമ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ട് അങ്ങ് എന്താ പറയുന്നത്, ചിക്കി കൊടുക്കുക. എഗ് ബുർജി റെഡിയാണ്. ഇതാണ് എൻ്റെ സ്റ്റൈൽ എഗ് ബുർജി. ഇനി ഇത് പ്രോപ്പറായിട്ട് ഇതിൽ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ഈ പറഞ്ഞ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ളതാണ്. കലറി ഡെഫിസിറ്റിനെ ട്രൈ ചെയ്യുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയൊരു ഡയറ്റ് പ്ലാനാണ്. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞോട്ടെ. ഈ ഡയറ്റിൻ്റെ കൂടെ തന്നെ ഒരു 2 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. 7 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കണം. ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു 30 മിനിറ്റ്സ് എങ്കിലും മിനിമം ചെയ്യാൻ ആഴ്ചയിൽ ഒരു 5 ദിവസം, 4 തൊട്ട് 5 ദിവസം വരെയെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കണം. ഡിന്നർ 7 മണി അല്ലെങ്കിൽ അങ്ങേറ്റം പോയാൽ 8 മണിക്കുള്ളിൽ കഴിച്ച് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം സുഖമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇപ്പോൾ ഈ ഡയറ്റിൽ ഞാൻ പറഞ്ഞ ഡയറ്റിന് വേണ്ട ഗ്രോസറി ലിസ്റ്റ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ മീൽ പ്രിപ്പ് ആയിക്കോട്ടെ, ഞാനൊരു ഡോക്യുമെൻ്റ് പോലെ പ്രിപ്പയർ ചെയ്തിട്ട്, ഇല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അങ്ങ് നീണ്ടുപോകും, ഡോക്യുമെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ വർക്കൗട്ട് പ്ലാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു 30 മിനിറ്റ്സിന് ചെയ്യാനുള്ള വർക്കൗട്ട്, ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, ജിമ്മിൽ പോകാതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് പ്ലാനും കൂടി 4 ദിവസത്തേക്കുള്ളത് ഞാൻ ആ ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനതിലൊരു പ്ലാൻസ് ഒരു 30 സെക്കൻഡ്സ് ചെയ്യുക എന്നവിടെ എഴുതിയിട്ടുണ്ട്. പ്ലാൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് അതേപോലെ കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് പ്ലാൻസ്, കറക്റ്റായിട്ട് ചെയ്യേണ്ട ഫോംസ് എന്താണ്, അതൊക്കെ നമുക്ക് ഗൂഗിൾ വീഡിയോസിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒരു റിസർച്ച് ചെയ്താൽ മാത്രം മതി. അതൊക്കെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ തന്നെ എല്ലാ ഇൻഫർമേഷനും ഇപ്പോൾ റെഡിയാണ്. സോ അത് ചെയ്ത് നോക്കിയിട്ട് ഈ വർക്കൗട്ടും കൂടെ നിങ്ങളുടെ റുട്ടീൻ്റെ ഭാഗമാക്കി എടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കണക്ട് ചെയ്യാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓൾ റൈറ്റ്, അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന്, എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് 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 നന്ദി. ഐ ലവ് യു ഓൾ സോ മച്ച്. ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റ.